ചോദിക്കുന്നത് കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസാണ്. പന്തീരാങ്കാവിലെ ഗാർഹിക പീഡന കേസിൽ യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. കോഴിക്കോട് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഉച്ചയ്ക്ക് ശേഷം മൊഴി രേഖപ്പെടുത്തുക. ഇതോടൊപ്പം കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം ഈ പെൺകുട്ടിയെ ചികിത്സിച്ച ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഈ പെൺകുട്ടി ക്രൂരമായ മർദ്ദനത്തിന് ഇരയായെന്ന് ഡോക്ടറുടെ മൊഴിയുണ്ട്. ഇതോടൊപ്പം ഈ പ്രതിയുടെ അമ്മയുടെയും സഹോദരിയുടെയും മൊഴി രേഖപ്പെടുത്തുന്നത് വൈകുകയാണ്. പ്രതിയെ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുന്നുണ്ട്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ആജ്ഞ, ഈ സംഭവം നടന്ന ഈ പരാതി പോലീസിന് മുൻപാകെ എത്തി 10 ദിവസം പിന്നിടുന്നു. ഇതുവരെയും പ്രതിയെ നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനിടെ ഈ പ്രതി മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇന്ന് ഈ പെൺകുട്ടിയുടെ രഹസ്യമൊഴി കോടതി രേഖപ്പെടുത്തുകയാണ്. എപ്പോഴാണ് അതിന്റെ നടപടികളിലേക്ക് കടക്കുന്നത്? ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എന്നാണ് പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഏതാനും നിമിഷങ്ങൾക്കകം, ഏതാനും മിനിറ്റുകൾക്കകം ആ ഒരു പ്രോസസ്സിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പോലീസിന്റെ ബ്ലൂ കോർണർ നോട്ടീസിന് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല എന്നൊരു സാഹചര്യം കൂടി നിലനിൽപ്പുണ്ട്. ഈ ഒളിവിൽ പോയ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനുണ്ട്. അതേപോലെ രാഹുലിനെ തിരിച്ചെത്തിക്കാനുള്ള നടപടികളൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും, അല്ലെങ്കിൽ ഉണ്ടായ നടപടികളൊക്കെ പരാജയപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ പെൺകുട്ടിയുടെ രാഹുലിന്റെ അമ്മയുടെയും സഹോദരിയുടെയും മൊഴി രേഖപ്പെടുത്തുന്നത് വൈകുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ടോം സൂചിപ്പിച്ചതുപോലെ 10 ദിവസത്തിന് മേലെയായി. 10 ദിവസത്തിന് മേലെ ആയപ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന്റെ അനാസ ഈ കേസിൽ വളരെ വ്യക്തമായിരുന്നു. അത്തരം സാഹചര്യങ്ങളിലേക്ക് പിന്നീട് SHOയെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി, അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്ന സാഹചര്യമുണ്ടായി. എന്നിരുന്നാലും അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം തുടർന്നാണ് സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അന്വേഷണം ഏറ്റെടുത്തത്. ഇതേ തുടർന്നാണ് ഈ പറയുന്ന ബ്ലൂ കോർണർ നോട്ടീസ് വരെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അതിനു മുൻപ് ഈ രാഹുലിനെ രക്ഷപ്പെടാൻ സഹായിച്ച സിവിൽ പോലീസ് ഓഫീസർക്കെതിരെയും നടപടിയുണ്ടായിരുന്നു. അതേസമയം ഈ പറയുന്ന പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താൻ, അല്ലെങ്കിൽ പെൺകുട്ടിയെ ചികിത്സിച്ച ഡോക്ടറുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. അതിക്രൂരമായ മർദ്ദനത്തിനാണ് പെൺകുട്ടി ഇരയായത് എന്നാണ് ഡോക്ടറുടെ മൊഴി അന്വേഷണ സംഘത്തിന്. അതുപോലെ സ്കാനിങ്ങിന് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ഡോക്ടർ മൊഴി നൽകിയിട്ടുണ്ട്. എന്തൊക്കെ ആയാലും ബ്ലൂ കോർണർ നോട്ടീസിന് മറുപടി കിട്ടാത്ത ഒരു സാഹചര്യം കൂടി പോലീസിന് മുന്നിലുണ്ട്. രാഹുലിനെ ജർമ്മനിയിലേക്ക് കടക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും സഹായം ലഭിച്ചു എന്നുള്ള അതൊരു വലിയ വൈതരണിയായിട്ട് മാറിയിരിക്കുകയാണ് പോലീസിനെ സംബന്ധിച്ചിട്ട്. ഈ 10 ദിവസത്തിനകം, അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞ ശേഷവും ഈ കേസിൽ, അല്ലെങ്കിൽ പ്രതിക്ക് മുൻകൂർ ജാമ്യാപേക്ഷ ലഭിക്കുന്നത് വരെ അത്തരം കാര്യങ്ങളിൽ ഒരു നീക്കുപോക്കും ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. പോലീസ് ഇക്കാര്യത്തിൽ പുതിയ അന്വേഷണ സംഘം വന്ന ശേഷം മാത്രമാണ് അതിൽ ബ്ലൂ കോർണർ നോട്ടീസ് എന്നൊരു സ്ഥിതിയിൽ എത്തിയിരുന്നെങ്കിൽ പോലും അതിന് കാര്യമായ ഫലമുണ്ടാക്കാൻ, അല്ലെങ്കിൽ പ്രതിയിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇനിയും ആ ഒരു സമീപനം വളരെയേറെ സാവകാശമാകുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. ടോം, ആജ്ഞ, ഈ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ വേണ്ടി ഉള്ള നീക്കങ്ങൾ പോലീസ് ആരംഭിച്ചിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് അതിന്റെ മറ്റ് നടപടികളിലേക്ക് കടക്കാത്തത്? ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് എന്തെങ്കിലും വിശദീകരണം ലഭിച്ചിട്ടുണ്ടോ? അക്കാര്യത്തിൽ വ്യക്തത ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ടോം, ശരിക്കും ബ്ലൂ കോർണർ നോട്ടീസിനുള്ള മറുപടി ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ്. ബ്ലൂ കോർണർ നോട്ടീസ് പ്രഖ്യാപിക്കാനുള്ള റിപ്പോർട്ടിൽ ഇതുവരെ മറുപടി വന്നിട്ടില്ല എന്ന് മാത്രമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും നമുക്ക് വ്യക്തമാക്കുന്നത്. അത്തരം കാര്യങ്ങളിൽ കൂടി നടപടി സ്വീകരിക്കേണ്ട ഒരു വൈതരണി കൂടി പോലീസിന്റെ മുന്നിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നിരുന്നാൽ പോലും പോലീസിനെ ഈ കേസിൽ ആദ്യം മുതലേ പോലീസിനെ പ്രതിഭാഗം ചേർത്തുകൊണ്ട്, അല്ലെങ്കിൽ പ്രതിഭാഗത്തിനെ സഹായിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഏറെയായിരുന്നു. പോലീസ് ഈ കേസിൽ വലിയ വിമർശനങ്ങളാണ് സംസ്ഥാനത്തൊട്ടാകെയുള്ള എല്ലാ സമാന്തര സംവിധാനങ്ങളും പോലീസിനെ അങ്ങേറ്റം വിമർശിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിട്ട് ഇത്തരത്തിലുള്ളൊരു സാഹചര്യം മറികടക്കുക എന്നുള്ളത്, രാഹുലിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ പീറാമുട്ടയായി ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നു
എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തെ പുതിയ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇക്കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കാത്തത് പോലീസിന്റെ ഭാഗത്തു ഉണ്ടാകുന്ന അനാസ്ഥയാണ് എന്നുള്ള വിമർശനങ്ങൾ ചില ഭാഗങ്ങളിൽ നിന്നും എങ്കിലും ഉയരുന്നുണ്ട്. ടോം, ആജ്ഞ, ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട പരാതി ഈ രാഹുൽ മാത്രമല്ല, രാഹുലിന്റെ അമ്മയും സഹോദരിയും മാനസികമായി പീഡിപ്പിച്ചു. ഇവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് രാഹുൽ ഈ രീതിയിൽ ഈ സ്ത്രീധനം ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ട് ക്രൂരമായി മർദ്ദിച്ചതെന്ന പരാതിയും ഉയർന്നിരുന്നു. പക്ഷെ ഇതുവരെയും ഇവരെ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർത്തിട്ടില്ല, എടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് പോലീസ് അത്തരമൊരു നടപടിയിലേക്ക് കടക്കാത്തത്? നേരത്തെ തന്നെ ഈ പോലീസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപം ഉയർന്നതാണ് പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടി പോലീസ് ഇടപെട്ടുവെന്ന്. അത്തരമൊരു ഈ പ്രതികളെ അല്ലെങ്കിൽ പ്രതിയുടെ കുടുംബാംഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒത്തുകളി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടോ? ടോം, ഈ കാര്യത്തിൽ ശരിക്കും രാഹുലിനെ മാത്രം ഫോക്കസ് ചെയ്താണ് അന്വേഷണ സംഘം പോകുന്നത് എന്നൊരു സൂചന ആദ്യം മുതലേ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അമ്മയ്ക്കും പെങ്ങൾക്കുമെതിരെ നടപടിയെടുക്കാത്തത് എന്നൊരു ഭാഗം പോലീസുകാർ നേരത്തെ അങ്ങനെ ഒരു ക്ലാരിറ്റി വരുത്തിയിരുന്നു. പക്ഷേ അതിനകത്ത് മറ്റൊരു ചോദ്യം അവശേഷിക്കുന്നത്, മാധ്യമങ്ങളിലൂടെ ഈ പെൺകുട്ടിയുടെ അമ്മയും രാഹുലിന്റെ അമ്മയും സഹോദരിയും, അമ്മ ഉഷാകുമാരിയും സഹോദരി കാർത്തികയും ഈ പെൺകുട്ടിയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരെ ഡിമോറലൈസ് ചെയ്യുന്ന തരത്തിലേക്ക് ഉള്ള പ്രഖ്യാപനങ്ങൾ, ഉള്ള സംസാരങ്ങൾ ഉണ്ടാക്കുകയും അത് പെൺകുട്ടിക്ക് ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടി അമ്മയ്ക്കും സഹോദരിക്കുമെതിരെ ഈ കുടുംബം നൽകിയ പരാതി, അതായത് തങ്ങളെ അപകീർത്തിപ്പെടുന്നു, പെൺകുട്ടിയെ അപകീർത്തിപ്പെടുത്തുന്നു എന്നുള്ള തരത്തിലുള്ള പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിലും നടപടി ആയതായിട്ട് കാണുന്നില്ല. മാത്രമല്ല അമ്മയുടെയും സഹോദരിയുടെയും മൊഴിയെടുക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നിട്ടില്ല. ആകെ ഇക്കാര്യത്തിൽ ഒരു അറസ്റ്റ് നടന്നത് ഈ രാഹുലിന്റെ സുഹൃത്തായിരുന്ന രാജേഷിനെ മാത്രമാണ്. അത് രാഹുലിനെ ഒളിച്ചു പോകാൻ രാഹുലിനെ സഹായിച്ചു, ബാംഗ്ലൂരിലേക്ക് എത്തിക്കാൻ രാജേഷ് സഹായിച്ചു എന്നുള്ള കാര്യത്തിലാണ് രാജേഷിനെ അറസ്റ്റ് ചെയ്തിരുന്ന ഒരു സാഹചര്യം വന്നിരുന്നത്. ഈ ഒരു പുരോഗതി അല്ലാതെ ഈ കേസിൽ നാളിതുവരെ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്ന് വേണം മൊത്തത്തിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ. ഈ അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ മൊഴിയെടുക്കൽ കൂടി വളരെ സാവകാശം, അല്ലെങ്കിൽ 10 ദിവസമായി സംഭവം നടന്നിട്ട് ഈ കാര്യത്തിൽ രാഹുലിലേക്ക് എത്തുന്ന എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ, രാഹുൽ ജർമ്മനിയിൽ ഉണ്ടെന്ന് പറയുന്നു, ജർമ്മൻ പൗരനാണെന്ന് രാഹുലിന്റെ അമ്മ പറയുന്നു, അതല്ല എന്ന് ഉള്ള ഒരു ക്ലാരിറ്റി വരുത്തുന്നു. ഇത്തരം സാഹചര്യങ്ങളല്ലാതെ രാഹുലിലേക്ക് എത്തുന്ന ഒരു നീക്കുപോക്കും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള വിമർശനങ്ങളാണ്, ആക്ഷേപങ്ങളാണ് ഉയരുന്നത്. ടോം, വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ആജ്ഞ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് പന്തീരാങ്കാവിലെ ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുലിന്റെ അമ്മയെയും സഹോദരിയെയും എന്തുകൊണ്ടാണ് പ്രതി ചേർക്കാത്തത്? അതോ രാഹുലിന്റെ നാട്ടിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് വിശദമായി ചോദ്യം ചെയ്ത ശേഷം മാത്രമായിരിക്കുമോ ആ നടപടിയിലേക്ക് കിടക്കുക? എന്തായാലും പെൺകുട്ടിയുടെ രഹസ്യമൊഴി അല്പസമയത്തിനകം കോടതി രേഖപ്പെടുത്തും. തിരുവനന്തപുരം കരമനയിൽ അഖിൽ എന്ന യുവാവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളുമായി തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. ആ വാർത്തയിലേക്ക് എത്താം ഇടവേള കഴിഞ്ഞ്.